കെപിസിസി ഓഫീസിലേക്ക് ബി.ജെ.പി. നടത്തിയ മാർച്ചിന് നേരെ പോലീസ് അതിക്രമം. സമരത്തിൽ പങ്കെടുത്ത വനിതാ പ്രവർത്തകയുടെ മുഖത്ത് പോലീസുകാരടിച്ചു. പോലീസ് അതിക്രമത്തിൽ പരാതി നൽകാനൊരുങ്ങുകയാണ് ബി.ജെ.പി. രാജ്യതലസ്ഥാനത്ത് വ്യാജ പ്രതിഷേധം നടത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ രാഹുലിന് കഴിയില്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തലസ്ഥാനം കണ്ടിട്ടില്ലാത്ത പ്രതിഷേധത്തിനാണ് ഇന്ന് കെപിസിസി ആസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. രാജ്യതലസ്ഥാനത്ത് ബി.ജെ.പിക്കും പ്രധാനമന്ത്രിക്കുമെതിരെ കോൺഗ്രസ് നടത്തുന്ന വ്യാജ പ്രതിഷേധങ്ങൾക്കെതിരെയായിരുന്നു ഇന്നത്തെ ബി.ജെ.പി. മാർച്ച്. മാനവീയം വീഥിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഇന്ദിരാഭവന് മുൻപിൽ പോലീസ് തടഞ്ഞു. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും നേമം എം.എൽ.എയുമായ രാജീവ് ചന്ദ്രശേഖർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. രാജ്യതലസ്ഥാനത്ത് വ്യാജ പ്രതിഷേധം നടത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ രാഹുലിന്റെ അപ്പൂപ്പനോ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നരേന്ദ്രമോദിജി ജനാധിപത്യപരമായ ഒരു എലക്ടഡ് പ്രൈം മിനിസ്റ്ററാണ്. അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുന്നത് ഈ രാജ്യത്തിന്റെ എത്രയോ ജനങ്ങളാണ്. ഒരു ലെജിറ്റിമേറ്റ് ലോകത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ ഒരു ലീഡറാണ്. അദ്ദേഹത്തിനെയോ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ രാഹുൽ ഗാന്ധിയുടെ അപ്പൂപ്പന് സാധിക്കില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിന് പിന്നാലെ പ്രതിഷേധത്തിന് നേരെ പോലീസ് അതിക്രമം നടത്തി. നിരവധി പേർക്ക് പരിക്കേറ്റു. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിച്ചു. വനിതാ പ്രവർത്തകയുടെ മുഖത്ത് പോലീസ് അടിച്ചു. പോലീസ് അതിക്രമം നടത്തിയത് അംഗീകരിക്കില്ലെന്ന് തിരുവനന്തപുരം മേയർ വി രാജേഷ്. നൂറുകണക്കിന് വനിതാ പോലീസുകാരുണ്ട്, വനിതാ പ്രവർത്തകരുണ്ട്. അപ്പോൾ ഏതെങ്കിലും പ്രവർത്തകയെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ വനിതാ പോലീസിനെ നിയന്ത്രിക്കാമല്ലോ. അങ്ങനെ ഒരു സാധ്യത തുറന്നു കിടക്കി. അത്രത്തോളം അഗ്രസീവ് ഒന്നും ആയിട്ടില്ലാരും. ഞങ്ങൾ ജനാധിപത്യപരമായിട്ട് സമരം ചെയ്തപ്പോഴേക്കും അതിനെ പുരുഷ പോലീസിനെ കൊണ്ട് അടിച്ചമർത്തുന്ന ഒരു സമീപനം സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ തന്നെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവരൊക്കെയാണല്ലോ. പക്ഷേ കൈയും കെട്ടി നോക്കിയിരിക്കാൻ സാധിക്കില്ല. ശക്തമായിട്ട് നാളെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രതിഷേധം കോൺഗ്രസ് നേരിടേണ്ടി വരും. അത് അവസാനിപ്പിക്കണമെന്ന് പറയുകയാണ്. ഞങ്ങളുടെ വനിതാ പ്രവർത്തകരെ ആക്രമിച്ച പോലീസുകാരനെതിരെ ഇന്ന് ശക്തമായ നടപടിയെടുക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. രാജ്യത്തെ ഭരണം അട്ടിമറിക്കാൻ CJP-ക്കൊപ്പം ചേർന്നുള്ള കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധം ആളിക്കത്തുമെന്ന് അനൂപ് ആന്റണി. ഈ രാഷ്ട്രത്തിൽ അരാജകത്വം കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ ഇന്നിപ്പോൾ കമ്മീഷണർ നേരിൽ കണ്ടിട്ട് പരാതി കൊടുക്കാൻ പോവുകയാണ്. ഒപ്പം വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം വീണ്ടും വലിയ രീതിയിൽ ജില്ലാ തലങ്ങളിലും മറ്റു തലത്തിലും ഞങ്ങൾ കൊണ്ടുപോകാൻ പോവുകയാണ്. ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ, സംസ്ഥാന നേതാക്കന്മാർ, മേയർ, ഡെപ്യൂട്ടി മേയർ, വിവിധ മോർച്ച പ്രവർത്തകരുൾപ്പെടെ നൂറുകണക്കിന് പ്രവർത്തകരാണ് കെപിസിസി ആസ്ഥാനത്തേക്ക് നടന്ന ബി.ജെ.പി. പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ജനം, തിരുവനന്തപുരം.